ചൈന കൂട്ടുകെട്ടിന്റെ ശക്തി കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ചൈനയുടെ സമീപകാല പ്രസ്താവനകൾ. ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന മധ്യസ്ഥ വഹിച്ചു എന്ന അവകാശവാദം അംഗീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ അവകാശവാദം തള്ളിക്കളയുകയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ചൈനയുടെ മധ്യസ്ഥവാദം തെറ്റാണ് എന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മൂന്നാം കക്ഷി സ്ഥാനം ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തുറ്റതാണെന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ലോകം സാക്ഷ്യം വഹിച്ചതാണ്. ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ചൈനയാകട്ടെ ഇത്തരത്തിലൊരു അവകാശവാദം നടത്തുകയും എന്നാൽ അത് തെല്ലല്ലാതെ തന്നെ പാകിസ്ഥാൻ അതിനെ നിഷേധിക്കാതെ അതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യ ഇന്നും ചൈനയെ ഒരു കയ്യകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനമുണ്ടായാൽ അടപടലും പൂട്ടും എന്നതിലും സംശയമില്ല. പാക് വിദേശകാര്യ വക്താവായ താഹിർ ആൻഡ്രബിയാണ് ഇപ്പോൾ ചൈനീസ് അവകാശവാദത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് 7, 8, 9 തീയതികളിൽ സംഘർഷം ലഘൂകരിക്കുന്നതിനായി തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ നേതൃത്വവുമായി തന്നെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് താഹിർ പറയുന്നത്. ഇന്ത്യയുമായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ അധികൃതർ ആശയവിനിമയം നടത്തിയെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു ഇന്ത്യ പറഞ്ഞിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷത്തിൽ ചൈന മധ്യസ്ഥത വഹിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രിയാണ് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ രംഗത്ത് വന്നതും. ചൈനയുടെ ഈ അവകാശവാദം ഇന്ത്യ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ വാദമാണിപ്പോൾ പാകിസ്ഥാൻ അംഗീകരിച്ചിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത അത്തരത്തിൽ വഹിച്ചിരുന്നു എന്നതായി ഇത്രയും നാളും പാകിസ്ഥാൻ അവകാശവാദം നടത്തിയിരുന്നത്. ട്രംപ് തന്നെ വിവിധ വേദികളിൽ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ പോലും ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അടക്കം കനത്ത പ്രഹരമേൽപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. 4 ദിവസത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിലൂടെ തന്നെ വിഷയങ്ങൾ പരിഹാരമുണ്ടാക്കി എന്നതായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയതും. മൂന്നാം കക്ഷി ഇടപെടലാകട്ടെ അതുണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി തന്നെ അത് തള്ളിക്കളയുകയും അതിലൊരു വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.